സ്വാശ്രയ കോളേജ് പ്രശ്നം നമ്മുടെ കേരളത്തിൽ ഇന്നും നിലനിൽക്കുന്ന ഒരു വൻ വിവാദമാണ്. ഒരുപക്ഷെ ഒരുപാട് ചർച്ചകൾ, പ്രതിഷേധ സമ്മേളനങ്ങൾ, മാർച്ചുകൾ ഒക്കെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും ഇവയിൽ ഏറ്റവും അധികം ജനശ്രദ്ധ ആകർഷിക്കുന്നത് തീർച്ചയായും വിദ്യാർത്ഥി സമരങ്ങൾ തന്നെയാണ്. വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ പ്രതിഷേധ മാർച്ചുകളോ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള എന്ത് പ്രകടനമോ ഒക്കെ അതുകൊണ്ട് തന്നെ പലപ്പോഴും അക്രമാസക്തമായ രീതിയിലേക്ക് മാറുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. കുറച്ചു കാലം മുമ്പ് ഈ എഞ്ചിനീയറിംഗ് കോളേജ് അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് അവരുടെ ഈ കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ട് അത് അനുവദിക്കില്ല, അത് നടക്കാൻ സമ്മതിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വിദ്യാർത്ഥി നേതാക്കൾ കോളേജ് കൗൺസിലിംഗ് സെൻറ്റേഴ്സിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുന്നതിനിടയിൽ നടന്ന അക്രമം, അവിടെ പോലീസ് കൈക്കൊണ്ട നയം ഒക്കെ ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. ഇതിനിടയിൽ ഒരുപാട് കുട്ടികൾ ഒരുപക്ഷെ അവരുടെ ഭാഗത്തു നിന്നുള്ള ന്യായങ്ങൾ അവർക്കുണ്ടാകാം, പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ന്യായങ്ങൾ ആ പക്ഷത്തിനും ഉണ്ടാകാം. എങ്കിലും ഒരുപാട് വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥിനികൾ ഒക്കെ പോലീസിൻ്റെ അക്രമത്തിന് ഇരയായിട്ടുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ഏതായാലും വീട്ടമ്മ ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് ഈ പറഞ്ഞതുപോലെ ഇതുപോലെയുള്ളൊരു പ്രതിഷേധ സമരത്തിനിടയിൽ തിരുവനന്തപുരത്തുള്ള എഞ്ചിനീയറിംഗ് കോളേജ്, റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിന് മുന്നിൽ വെച്ച് നടന്ന പ്രതിഷേധ മാർച്ചിനിടയിൽ പോലീസിൻ്റെ ആക്രമണത്തിന് ഇരയായ ഒരു വിദ്യാർത്ഥി നേതാവിനെയാണ്. നമിത, സ്വാഗതം. ഈ കൗൺസിലിംഗ് നടക്കാൻ സമ്മതിക്കില്ല എന്ന് തീരുമാനിച്ചതിന്റെ പിന്നിൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ നേരത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്ക് തന്ന ഉറപ്പിൽ നിന്നും സർക്കാർ പിന്മാറി തുടങ്ങിയപ്പോഴാണ് അതൊരു സമര രൂപത്തിലേക്കും പ്രക്ഷോഭത്തിലേക്കും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ഇറങ്ങിച്ചെന്നത്. അപ്പോൾ ആ കൗൺസിലിംഗ് അപ്പം നടക്കുന്നത് ഞങ്ങൾക്ക് നേരത്തെ തന്ന ഉറപ്പിന് നേരെ വിപരീതമായിട്ടാണ്. അപ്പോൾ ഞങ്ങളുടെ പ്രകടനം വളരെ സമാധാനപരമായൊരു പ്രകടനമായിരുന്നു. പലർക്കും തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ പ്രകടനം നടത്തുമ്പോൾ ആദ്യം വിദ്യാർത്ഥികൾ അക്രമാസക്തമാകുക, പിന്നീടാണ് പോലീസ് അവരെ ആക്രമിക്കുന്നതെന്നൊരു തെറ്റിദ്ധാരണ പൊതുവേ ഉണ്ട്. പക്ഷേ അതല്ല സത്യം. ഞങ്ങളുടെ പ്രകടനം ഞങ്ങൾ ഒരുപാട് വിദ്യാർത്ഥിനികളും കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ ഒരുപാട് വിദ്യാർത്ഥികൾ പങ്കെടുത്തൊരു പ്രകടനമാണ്. ഞങ്ങൾ വിദ്യാർത്ഥിനികളാണ് മുൻപിൽ പോയത് പ്രകടനത്തിന്. അപ്പോൾ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു പ്രകോപനം ഉണ്ടാവാതെ തന്നെ ഞങ്ങൾ ഈ ഗേറ്റിന് മുമ്പിൽ എത്തുന്നതിന് വളരെ ദൂരെ വെച്ച് തന്നെ ആദ്യം പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയും ജലപീരങ്കി പ്രയോഗിച്ചപ്പോൾ തന്നെ ഭൂരിഭാഗം വിദ്യാർത്ഥികളും അതിൻ്റെ ആഘാതം സഹിക്കാൻ വയ്യാതെ ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് പോവാനുണ്ടായത്. അതിൻ്റെ തൊട്ട് പിന്നാലെ ടിയർ ഗ്യാസ് ഷെല്ലുകൾ എറിഞ്ഞു. അപ്പോൾ അതിൻ്റെ പുക കൊണ്ട് ഒന്നും കാണാനോ ഓടി മറയാനോ പോലും പറ്റാത്തൊരവസ്ഥയല്ല ഈ വിദ്യാർത്ഥികൾ. പിന്നെ ഞങ്ങൾ പെൺകുട്ടികൾ കൂടി നിന്നൊരു ഭാഗത്തേക്ക് അവർ തുടർച്ചയായി ഗ്രനേഡ് എറിയുകയായിരുന്നു. അതിൽ അനവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ഇന്നും അതിൻ്റെ ചികിത്സയിൽ കഴിയുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. വളരെ ഗുരുതരമായ പരിക്കേറ്റ ഒരുപാട് പേരുണ്ട്. ചേച്ചിക്ക് എന്താണ് സംഭവിച്ചത്? ചേച്ചിയുടെ പരിക്ക് അത് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ വിദ്യാർത്ഥിനികൾ കൂടുന്ന ഒരു ഭാഗത്തേക്ക് ഒരു ഗ്രനേഡ് എറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലോഷൻ പെട്ടെന്നായിരിക്കുമല്ലോ. എൻ്റെ എക്സ്പ്ലോഷൻ്റെ ശബ്ദം കേട്ടു. അപ്പോൾ ഈ കാലിൽ അതിൻ്റെ ശീൽ വന്ന് തറച്ചതാവണം. പെട്ടെന്ന് അതിൻ്റെ ഇതിൽ മുറിവ് കണ്ടു. അതിൻ്റെ ദൂരം മാറിയിട്ടില്ല, അതിൻ്റെ ഫ്രാക്ചർ ഉണ്ട്. അത് മുറിവ് ഇങ്ങനെ കരിഞ്ഞു പോയത് കാരണം ഗ്രാഫ്റ്റിംഗ് വേണ്ടി വന്നു. പിന്നെ ഫ്രാക്ചറിന് ഒരു 2 മാസത്തോളം പ്ലാസ്റ്റർ ഇട്ടു. ഈ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്കൊക്കെ പൊതുവായി തന്നെയാണോ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായത്? ചേച്ചി പ്രതിനിധീകരിക്കുന്നത് SFIനെയാണ്. അപ്പോൾ മറ്റ് വിദ്യാർത്ഥി സംഘടനകൾക്കും ഇതേ അനുഭവം തന്നെയാണോ ഉണ്ടായിരുന്നത്? അതോ SFIയോട് പ്രത്യേകിച്ചൊരു
പ്രത്യേകിച്ചും ഇപ്പൊ ഇരിക്കുന്ന ഭരണകക്ഷിക്ക് പ്രതിപക്ഷ ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളോട് പ്രത്യേകിച്ച് ഒരു വിരോധം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടല്ലോ. അത് മാത്രമല്ല, ഈ സ്വാശ്രയ കോളേജ് പ്രശ്നത്തിന് മുന്നിട്ടിറങ്ങിയത്, ഒരു പ്രക്ഷോഭമായി മുന്നിട്ടിറങ്ങാൻ തയ്യാറായത് ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളാണ്. അല്ലാതെ ഭരണപക്ഷത്തോട് അനുകൂലിക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളൊന്നും പ്രത്യക്ഷമായ ഒരു സമരത്തിലേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്കെതിരെയാണ് കൂടുതൽ ആക്രമണം ഉണ്ടായതും. ഇത് മാത്രമല്ല, ഇപ്പൊ ഗ്രനേഡ് എറിഞ്ഞു എന്നുള്ളത് മാത്രമല്ല, അല്ലാതെ തന്നെ ലാത്തി പ്രയോഗങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഇത്തവണ നടന്ന സമരത്തിൽ ഏറ്റവും ഭീകരമായ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ, വിദ്യാർത്ഥിനികളെ വനിതാ പോലീസ് അല്ലാതെ പുരുഷ പോലീസ് വളരെ ഭീകരമായി കൈകാര്യം ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായി. എറണാകുളത്തും മറ്റും ഇപ്പോഴും അതിന്റെ കയ്യിലൊക്കെ ഫ്രാക്ചർ പറ്റിയ വിദ്യാർത്ഥിനികൾ ഇപ്പോഴും ചികിത്സയിൽ കഴിയുന്നുണ്ട്. നമ്മൾ കണ്ടതാണ്, ബാരിക്കേഡിനകത്ത് മനഃപൂർവ്വം ഇവരെ അതിനകത്ത് ഇട്ടിട്ട് പുരുഷ പോലീസുകാർ വളരെ ക്രൂരമായി മർദ്ദിക്കുന്നൊരു അവസ്ഥയിലേക്ക് പോയി. അങ്ങനെ ലാത്തി ചാർജ് വളരെ ഗുരുതരമായ പരിക്കേറ്റ ഒരുപാട് പേരുണ്ട്, വിദ്യാർത്ഥിനികൾ പ്രത്യേകിച്ച്. ഇത് മുന്നേ കണ്ടുകൊണ്ട് തന്നെയാണോ നിങ്ങൾ ഈ സമരത്തിലേക്ക് ഇറങ്ങിയത്? അതായത് പോലീസിന്റെ ക്രൂരത ഒരു പരിധി വരെ ഞങ്ങൾ മുൻപ് അനുഭവിച്ചിട്ടുണ്ട്, ലാത്തി ചാർജിന്റെ രൂപത്തിലും ടിയർ ഗ്യാസ് ഷെല്ലിന്റെ രൂപത്തിലും. അപ്പോൾ ഞങ്ങൾ പോകുന്ന പാത ശരിയാണ്, ഞങ്ങൾ എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയാണോ നിൽക്കുന്നത് അത് ശരിയാണ്, നീതിക്ക് വേണ്ടിയുള്ളതാണ് ഞങ്ങൾക്ക് ബോധ്യമുള്ളത് കൊണ്ട് അതിന് എന്ത് പ്രത്യാഘാതം ഉണ്ടായാലും അത് നേരിടാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ ഇത്രയധികം ക്രൂരത ഉണ്ടായാലും ഞങ്ങൾക്ക് ദുഃഖമുണ്ട് തീർച്ചയായിട്ടും. അനവധി വിദ്യാർത്ഥികൾക്ക് പരിക്ക് പറ്റി, അവരുടെ ഒട്ടേറെ ദിവസങ്ങൾ നഷ്ടപ്പെട്ടു, പഠന ദിവസങ്ങൾ ഉൾപ്പെടെ നഷ്ടപ്പെട്ടു. അതിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് എന്ത് നേരിടാൻ തയ്യാറായിട്ട് തന്നെയാണ് വിദ്യാർത്ഥികൾ നിൽക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കേണ്ട കാര്യം. പെൺകുട്ടികളുടെ കാര്യം പ്രത്യേകിച്ചും ഇപ്പോൾ പലപ്പോഴും എൻ്റെ വീട്ടിൽ വളരെ അനുകൂലമായ ഒരു സാഹചര്യമാണുള്ളത്. പക്ഷെ മിക്ക പെൺകുട്ടികളുടെയും വീട്ടിൽ അങ്ങനെ ഒരു സാഹചര്യം ആവണമെന്നില്ല. വളരെ ഉൾപ്രദേശങ്ങളിൽ നിന്ന് വരുന്നവരുണ്ട്. അപ്പോൾ അവരുടെ നാട്ടിൻ പുറത്തുനിന്നൊക്കെ വരുന്നവരുണ്ട്. അവരുടെ സമൂഹത്തിലും വീട്ടിൽ നിന്നും ഒക്കെ പല വിധത്തിലുള്ള എതിർപ്പുകൾ അതിജീവിച്ചുകൊണ്ട് അവർ ഈ ആശയം മുൻനിർത്തി പ്രവർത്തിക്കാൻ ഇറങ്ങുന്നു എന്നുള്ളതൊരു വലിയ കാര്യമാണ്. അങ്ങനെ ഇറങ്ങുന്ന വിദ്യാർത്ഥിനികളെ ഇത്തരത്തിൽ ഇനി വിദ്യാർത്ഥിനികൾ ഈ രംഗത്തേക്ക് വരരുത് എന്നുള്ള കാഴ്ചപ്പാടോടുകൂടിയാണ് ഇത്തവണ വിദ്യാർത്ഥിനികളെ തിരഞ്ഞു പിടിച്ച് ആക്രമിച്ചത്. ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുമ്പോൾ വിദ്യാർത്ഥികളെല്ലാവരും ഒരുമിച്ച് തന്നെയാണ്, അവരുടെ ആവശ്യങ്ങളെല്ലാം ഒന്ന് തന്നെയാണെന്ന് പറഞ്ഞ് പ്രവർത്തിക്കുമ്പോൾ അവിടെയും ഈ പറഞ്ഞതുപോലെ പെൺകുട്ടികൾക്ക് ഒരു പ്രത്യേകത, അല്ലെങ്കിൽ അവരിറങ്ങേണ്ടതില്ല. നിങ്ങളൊരു സമരത്തിന് വേണ്ടി മുഖ്യധാരയിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ പൂർണ്ണമായും വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ ഇറങ്ങുകയാണെങ്കിൽ, അവിടെ പെൺകുട്ടികൾ ഇത്രയും നാൾ, ഈ ഒരു സമരത്തിലാണ് ഈ പെൺകുട്ടികൾ ഇത്രയും മുന്നോട്ട് വന്നതെന്ന് തോന്നുന്നു. ഈ ഒരു പെൺകുട്ടികൾക്കൊരു പ്രത്യേക ഇത് വരുന്നത് എന്തുകൊണ്ടാണ്, ഒരു മാറ്റം വരുന്നത്? പെൺകുട്ടികൾക്ക് പൊതുവെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലെന്നല്ല, എല്ലാ മേഖലകളിലും പെൺകുട്ടികൾക്ക് പൊതുവെ പല എതിർപ്പുകളെ അതിജീവിച്ചുകൊണ്ടായിരിക്കണം പുറത്തേക്ക് വരുന്നത്, പ്രത്യേകിച്ച് ഇത്തരം രംഗത്തിലേക്ക് പ്രത്യേകിച്ച്. പക്ഷെ SFIയെ സംബന്ധിച്ചിടത്തോളം ഈ സമരത്തിൽ മാത്രമല്ല, ഈ അടുത്ത കാലങ്ങളായി നടന്നു വരുന്ന എല്ലാ സമരം അതൊരു ഗ്രാജുവൽ ചേഞ്ച് ആണ്. കാരണം വിദ്യാർത്ഥിനികൾ പൊതുവെ രംഗത്തേക്ക് വരാൻ മടിക്കുന്നു, അവരുടെ പല സാഹചര്യങ്ങളും. എന്നാലും SFIയിലേക്ക് ഒരുപാട് വിദ്യാർത്ഥിനികൾ വരുന്നുണ്ട്, അവരുടെ സമര പരിപാടികളിലൊക്കെ തുടർച്ചയായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പല അപകടങ്ങൾ ഉണ്ടായിട്ടും അവരെ വളരെ ക്രൂരമായി നേരിട്ടിട്ട് പോലും അതിനൊരു കുറവും സംഭവിച്ചിട്ടില്ല. അത് വ്യക്തമായൊരു ആശയ അടിത്തറയിൽ മേൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തോട് വിദ്യാർത്ഥിനികൾക്ക് തോന്നുന്ന ആകർഷണം കൊണ്ടാണ്. ഇതിനുശേഷം ചേച്ചിയോടൊപ്പം പ്രവർത്തിച്ച മറ്റ് വിദ്യാർത്ഥിനികളുടെ അവസ്ഥ എന്താണ്? അതായത് ഒരുപക്ഷെ അവർക്കും പരിക്കിന്റെ കാര്യവുമല്ല ഞാൻ ചോദിക്കുന്നത്, അവരുടെ വീട്ടിൽ നിന്നുള്ള റെസ്പോൺസ് ഒക്കെ. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ വീട്ടിലെ പൂർണ്ണ സമ്മതം ഇല്ലാതെ ആയിരിക്കാം ഇതിലേക്ക് വന്നത്. അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും അങ്ങനെയുള്ള വീട്ടിൽ നിന്ന് എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് വരുന്ന വിദ്യാർത്ഥിനികൾക്ക് കൂടുതൽ എതിർപ്പ് നേരിടേണ്ടി വരും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം. അതാണ് ഈ മറുഭാഗത്ത് നിന്ന് ഉദ്ദേശിച്ചതും അങ്ങനെ ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ തന്നെയാണ്. അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും ഉണ്ടായിരിക്കും. പക്ഷേ ഇത്രയും നാളത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ ഒരുപാട് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വളരെ ഗുരുതരമായ അവസ്ഥയിൽ ഇന്നും ജീവിക്കുന്ന രക്തസാക്ഷികളുണ്ട്, ജീവൻ നഷ്ടപ്പെട്ടവരുണ്ട്. പക്ഷെ അതൊന്നും ഈ പ്രസ്ഥാനത്തിലേക്ക് വിദ്യാർത്ഥികൾ പുതുതായി വരുന്നതിനെയോ കൂടുതൽ ഇത് ശക്തി ആർജിക്കുന്നതിനോ തടഞ്ഞിട്ടില്ല. അതുപോലെ തന്നെയാണ് വിദ്യാർത്ഥിനികളുടെ കാര്യം. അത് എടുത്തു പറയേണ്ട ആവശ്യമില്ല. ഇനിയും ഇതുകൊണ്ടൊന്നും, ഈ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് കൊണ്ടൊന്നും ഇതിൽ നിന്ന് വിദ്യാർത്ഥിനികൾ വിട്ടു നിൽക്കില്ല. അല്പം ഒരു ചിന്താശേഷിയും സ്വാതന്ത്ര്യബോധമുള്ള പെൺകുട്ടികളാണെങ്കിൽ എത്രയൊക്കെ അവരെ തടയാൻ ശ്രമിച്ചാലും അവർ മുന്നിട്ട് വരും. എങ്കിൽ ഈ ഞാൻ പൊതുവെ കേട്ടൊരു ആരോപണമാണ്, അതായത് പെൺകുട്ടികൾ ഉണ്ടായിട്ട് പോലും
നിങ്ങൾ ശരിയാണ്, നിയമപരമായി നോക്കുകയാണെങ്കിൽ അവരുടെ ക്രമസമാധാനത്തിൻ്റെ ഭാഗം ആ രീതിയിൽ നോക്കുകയാണെങ്കിലും വനിതാ പോലീസിൻ്റെ സാന്നിധ്യം ആവശ്യമാണ്. പക്ഷേ പെൺകുട്ടികളുണ്ട്, ആദ്യമേ ആരോപിച്ചത് ഇങ്ങനെയാണ്, പെൺകുട്ടികളുണ്ടായിട്ട് പോലും അവർ അങ്ങനെയൊന്നുമല്ല ചെയ്തത്, പുരുഷ പോലീസുകാർ തന്നെയാണ് കൈകാര്യം ചെയ്തത്. അപ്പം ഈ ഒരു വ്യത്യാസമില്ലാതെ, ആൺ പെൺ വ്യത്യാസമില്ലാതെയാണ് നിങ്ങൾ സമരത്തിലേക്ക് ഇറങ്ങിയതെങ്കിൽ പിന്നീട് അങ്ങനെ ഒരു ആനുകൂല്യത്തിനെ പറ്റി ചിന്തിക്കുന്നത് ആനുകൂല്യത്തിന്റെ പ്രശ്നമല്ല, മനുഷ്യത്വത്തിന്റെയും മാന്യതയുടെ പ്രശ്നമാണ്. പെൺകുട്ടികളെ വനിതാ പോലീസ് തന്നെ കൈകാര്യം, അങ്ങനെ എഴുതപ്പെട്ട നിയമമില്ലെങ്കിലും അതൊരു സാമൂഹ്യ മര്യാദയാണ്. പെൺകുട്ടികളെ നമ്മളിപ്പോൾ വഴി നടക്കുമ്പോഴത്തേക്ക് ഒരു പുരുഷൻ നമ്മുടെ ശരീരത്തിൽ സ്പർശിക്കുന്നത് നമുക്ക് ഇഷ്ടപ്പെടും. അങ്ങനെ ഒരു മര്യാദ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുപോലെ കണക്കിലെടുക്കാതെ വളരെ ക്രൂരമായി ഇവരെ നേരിട്ടു എന്നുള്ളതാണ്. അതിൽ അങ്ങനെ ഒരു വിവേചനത്തിന്റെ പ്രശ്നമല്ല, അത് നമുക്ക് സാമാന്യ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഇല്ലേ, പെൺകുട്ടികളെ പുരുഷ പോലീസ് കൈകാര്യം ചെയ്യുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഏതായാലും ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചു, വളരെ ഗുരുതരമായ രീതിയിൽ പോലും പരിക്കേറ്റവർ ഒരുപാട് പേരുണ്ട്. ഇവരുടെയൊക്കെ ചികിത്സാ ചെലവുകളും പിന്നീടുള്ള കാര്യങ്ങളും ഒക്കെ ആരാണ് നിർവഹിക്കുന്നത്? തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രസ്ഥാനം തന്നെയാണ്. പ്രസ്ഥാനത്തിന് വേണ്ടി ഞങ്ങൾ മുന്നിട്ടിറങ്ങി ഞങ്ങൾക്ക് പരിക്ക് പറ്റിയതിന് SFI ജില്ലാ കമ്മിറ്റിയാണ് എൻ്റെ ഇവിടുത്തെ ചികിത്സാ ചെലവുകളൊക്കെ വഹിച്ചത്. അതുപോലെ മറ്റുള്ള ജില്ലകളിൽ അങ്ങനെ തന്നെയാണ്. ഇത്രയും നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടും ഇത്രയും സമരം പ്രതിഷേധം ഒക്കെ നിങ്ങൾ കാഴ്ചവെച്ചിട്ടും അതിനൊരു പൂർണ്ണമായൊരു റിസൾട്ട് കിട്ടിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത് ആദ്യമായിട്ട് ഈ വിഷയം മുന്നോട്ട് വെച്ച് ഞങ്ങൾ വേറൊരു ആരോപണം സ്ഥിരമായിട്ടുള്ള ഇത് ചർച്ചകൾ കൂടി പരിഹരിച്ചുകൂടെ, നിങ്ങൾ എന്തിനാണ് തെരുവിലിറങ്ങുന്നത്, സമരം ചെയ്യുന്നത്, കല്ലെറിയുന്നത് എന്നൊക്കെയുള്ള ചോദ്യം. തീർച്ചയായിട്ടും ഞങ്ങൾ സമാധാനത്തിൻ്റെ പാത തന്നെയാണ് ആദ്യം സ്വീകരിക്കുന്നത്. ആദ്യം ഈ വിഷയം വെച്ച് ചർച്ചയ്ക്കെടുത്തു, അത് പരാജയപ്പെടുത്തു. ഞങ്ങൾ മുന്നോട്ട് വെച്ച ഒരു ആവശ്യവും ഗവൺമെൻറ് അംഗീകരിക്കാൻ തയ്യാറായില്ല. ആ ചർച്ച പരാജയപ്പെട്ടു. പിന്നെ കുറേ നാൾ മുമ്പ് ഈ വിഷയം മുന്നോട്ട് വെച്ചപ്പോൾ ഞങ്ങൾക്ക് തന്ന ഒരു ഉറപ്പാണ് 50% മെറിറ്റ് സീറ്റിൽ സർക്കാർ ഫീസ് മാത്രമേ വാങ്ങൂ. പിന്നീട് ഈ ഉറപ്പിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോയി. അപ്പോഴാണ് വീണ്ടും ഇത് ചർച്ചയ്ക്ക് തന്നെയാണ് വെച്ചത്. ചർച്ച വീണ്ടും പരാജയപ്പെട്ടു. ഇതൊന്നും അംഗീകരിക്കാൻ തയ്യാറില്ല. മുൻപ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പോലും അവർ അംഗീകരിക്കാൻ തയ്യാറായില്ല. അപ്പോൾ പിന്നെ ഈ സമരത്തിൻ്റെ ഭാഗമായിട്ട് ഒട്ടേറെ പ്രശ്നങ്ങളുണ്ടായി. വളരെ കലുഷിതമായ അന്തരീക്ഷത്തിൽ ഇത് എത്തി നിൽക്കുമ്പോൾ വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ച് ഇതേ കാര്യങ്ങൾ തന്നെ അംഗീകരിക്കുകയാണ് ഉണ്ടായത്. സർക്കാർ നിയന്ത്രിത സ്വാശ്രയ കോളേജുകളിൽ മെറിറ്റ് സീറ്റിൽ സർക്കാർ ഫീസ് മാത്രമേ വാങ്ങുള്ളൂ. പക്ഷെ അതിനുശേഷം ഇപ്പം എത്തി നിൽക്കുന്ന ഒരു അവസ്ഥ കോടതി വിധി നേരെ തിരിച്ചു വന്നു എന്നുള്ളതാണ്. പക്ഷേ ഒരു നിയമ വിദ്യാർത്ഥിനി എന്നുള്ള നിലയിൽ ഞാൻ ആലോചിക്കുമ്പോൾ തീർച്ചയായിട്ടും സമൂഹത്തിന് ഗുണകരമല്ലാത്ത ഒരുപാട് വിധിന്യായങ്ങൾ വരുന്നുണ്ട്. എന്നാൽ പോലും ഈ വിഷയത്തിന് കോടതിയേക്കാളും കൂടുതൽ സർക്കാരിന് ചെയ്യാമായിരുന്നു എന്നുള്ളതാണ്. ഒരു നിയമനിർമ്മാണം കൊണ്ടുവരണം എന്നുള്ളത് ഞങ്ങൾ ഈ പ്രശ്നത്തിൻ്റെ തുടക്കം മുതലേ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. കോടതി പോലും പറഞ്ഞ കാര്യമാണ്. ഇനി ഒരു പക്ഷേ അത് നടപ്പാക്കുന്നത് വരെ നിങ്ങൾ വീണ്ടും ഈ പ്രതിഷേധവും സമരവും തുടരാൻ ഇപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ്. കാരണം കോടതി വിധി അങ്ങനെ എതിരായി വന്നു കഴിഞ്ഞു. ഇപ്പൊ നിയമനിർമ്മാണം നടത്തും എന്നുള്ള നിലയിലാണ് ഇപ്പം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ നടത്തിയില്ല എന്നുണ്ടെങ്കിൽ ബഹുഭൂരിപക്ഷം വിദ്യാർത്ഥികളെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യം എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും പ്രക്ഷോഭമായിട്ട് മുന്നോട്ട് പോകും. പൊതുവെ ആദ്യം പറഞ്ഞതുപോലെ പെൺകുട്ടികൾ ഈ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലേക്ക് സജീവമായി വരാത്തതിനൊരു കാരണം അവരുടെ ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ടില്ലായ്മ തന്നെയായിരിക്കാം. പിന്നീട് വരുന്ന കുട്ടികൾക്ക് പൊതുവെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കാം ഈ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട്. ചേച്ചിയുടെ കാര്യത്തിൽ എങ്ങനെയാണ്? എൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും എൻ്റെ അച്ഛനും അമ്മയും രാഷ്ട്രീയ പ്രവർത്തകരാണ്, CPM-ൻ്റെ പ്രവർത്തകരാണ്. അമ്മ ഇപ്പോൾ തിരുവല്ലം വാർഡ് കൗൺസിലറാണ്. അച്ഛനും പല ബഹുജന പ്രസ്ഥാനങ്ങളുമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലേക്ക് വന്നത് ഈ ഒരു കാരണം കൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എൻ്റെ ഒരു വീടിൻ്റെ അന്തരീക്ഷം അതിന് സഹായകമായിട്ടുണ്ട്. സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് അങ്ങനെ. ഒരു ചോദ്യം കൂടി, ഈ ഇടയ്ക്ക് സൂചിപ്പിച്ചു പോയതുപോലെ പ്രതിഷേധ പ്രകടനങ്ങൾക്കിടയിൽ, സമരങ്ങൾക്കിടയിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ പൊതുവായി വിദ്യാർത്ഥികളുടെ ന്യായമായ ആവശ്യങ്ങളാണെങ്കിൽ പോലും അത് നേടിയെടുക്കാൻ വേണ്ടി ഏത് തരത്തിൽ വരെ, ഏത് തലം വരെയും പോകാമെന്നൊരു അജണ്ട അത് വിദ്യാർത്ഥികൾ സ്വീകരിക്കാൻ പാടുണ്ടോ? അതായത് ഈ സമരങ്ങളുടെ ഭാഗമായി കോടിക്കണക്കിന് പൊതുമുതലാണ് നശിപ്പിക്കപ്പെടുന്നത്. അതിനെ എങ്ങനെ ന്യായീകരിക്കാനാവും? ഒരിക്കലും അക്രമ സമരത്തെ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് ന്യായീകരിക്കാൻ കഴിയില്ല, ഞങ്ങൾ ന്യായീകരിക്കുകയില്ല. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ സപ്രസ് ചെയ്യപ്പെടുന്ന ഒരു വിഭാഗം സ്വാഭാവികമായിട്ടും വയലൻ്റ് ആയി പോകുന്നതാണ് ഒരു ഘട്ടം എത്തുമ്പോൾ. കാരണം നമ്മുടെ ന്യായമായ ആവശ്യങ്ങൾ എത്രത്തോളം നമ്മുടെ സമാധാനപരമായ രീതിയിൽ മുമ്പോട്ട് വെച്ചാൽ അത് അംഗീകരിക്കാത്തൊരവസ്ഥയിൽ ഇതെന്ന് പറഞ്ഞാൽ ഒരു പ്രസ്ഥാനത്തിൽ ലക്ഷക്കണക്കിന് പേര് കാണും, പ്രവർത്തകർ കാണും.
കാണും. അപ്പോൾ ഒരു മാസിൻ്റെ കയ്യിൽ ഇത്രയും ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ എത്തുമ്പോഴത്തേക്ക് ചില അവസരങ്ങളിൽ അത് കൈവിട്ടു പോകാറുണ്ട്. സംഘടനയുടെ പൊതുവായ അജണ്ടയല്ല ഒരിക്കലും, അത് കൈവിട്ടു പോകാറുണ്ട്. അപ്പോൾ ഇത്രയും വിദ്യാർത്ഥികളോട് ഇത്ര ക്രൂരമായി പോലീസ് പെരുമാറുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നീട് ഒരു പോലീസിനോട് ആ ഒരു ശത്രുതാ മനോഭാവം ചില കുട്ടികൾക്കെങ്കിലും തോന്നുന്നത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് ആദ്യം ഉണ്ടാവേണ്ടത്. വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ ഭാഗമല്ലേ. ന്യായമായ സമരങ്ങൾ തീർച്ചയായും ഫലവത്താകട്ടെ, പ്രതിഷേധങ്ങളൊക്കെ ഫലവത്താകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ചോദ്യം കൂടി, സജീവമായ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ താല്പര്യമുണ്ടോ? സജീവമായ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ നിൽക്കുന്നത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലാണ്. തീർച്ചയായിട്ടും ഈ ഒരു സ്പാർക്ക് കയ്യിൽ നിന്ന് പോകാതെ തന്നെ ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിപ്പോൾ ഏത് പ്രസ്ഥാനത്തിൽ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് എനിക്ക് ഇപ്പോഴേ പറയാൻ കഴിയില്ല. തീർച്ചയായിട്ടും സാമൂഹ്യ ബോധമുള്ള ഒരു വ്യക്തിയായി തന്നെ ജീവിക്കണം. ഏതായാലും ഈ പറഞ്ഞതുപോലെ തന്നെ സാമൂഹിക ബോധമുള്ള വ്യക്തിയായി തന്നെ ജീവിക്കാൻ കഴിയട്ടെ. ഒരുപാട് സാമൂഹിക ബോധമുള്ള വ്യക്തികളെ നിങ്ങളുടെ പ്രസ്ഥാനങ്ങൾക്കുമൊക്കെ, അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്കും സൃഷ്ടിച്ചെടുക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഭാവി പദ്ധതികൾക്കും ഭാവി ജീവിതത്തിനും ഒക്കെ ഒരുപാട് ആശംസകൾ നേരുന്നു.